അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഫാനോ ഫ്ലോയിലെ ഗവേണിംഗ് ഇക്വേഷൻസ് വിച്ച് ഗവേൺ ഫാൻ ഓഫ് ഫ്ലോ. ഒരുപാട് ചെറിയ ചെറിയ റിലേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ എഴുതി പോകാം. അത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഓഫ് ഫ്ലോ പ്രോപ്പർട്ടീസ് അലോങ് എ ഡക്റ്റ് ഇൻ ഫാൻ ഓഫ് ഫ്ലോ പ്രോസസ്. നമ്മളൊരു ഫിഗറോട് വരയ്ക്കണം. അപ്പോൾ എന്താണ് അതിൽ വേണ്ടത്? ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഇൻ ഫ്ലോ properties along a duct in fan of flow. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫാൻ ഓഫ് ഫ്ലോവിനെ പറ്റി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആണ് പെട്ടെന്ന്. ഡക്റ്റ്, അപ്പോൾ എന്താണ് നമ്മളൊരു ഡക്റ്റ് കൺസിഡർ ചെയ്യുക. നമ്മളൊരു ഡക്റ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മാർക്ക് ചെയ്യണം. ഇവിടെ എന്താണ്? എ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് രണ്ട് ഫിഗറുകൾ വേണമെങ്കിൽ ഒരുമിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ ഓഫ് കർവ് ഉണ്ട്, അത് വേണമെങ്കിൽ അടുത്തതിലായിട്ട് വരയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ എ ഈക്വൽ ടു കോൺസ്റ്റന്റ് വരച്ചു. അപ്പോൾ എന്താണ്? ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഓഫ് ഫ്ലോ പ്രോപ്പർട്ടീസ് അലോങ് എ ഡക്റ്റ് ഇൻ ഫാൻ ഓഫ് ഫ്ലോ പ്രോസസ് എന്ന് കൂടിയും പറയാം. വേരിയേഷൻ പ്രോപ്പർട്ടി കാണിക്കണ്ടേ? വേരിയേഷൻ പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താ? ഇവിടെ കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യാം ഈ ഭാഗത്തായിട്ട്. കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ വരയ്ക്കാൻ ഇത്തിരി വലിപ്പം കാണിക്കുന്നുണ്ടെങ്കിലും ഇത്രയൊന്നുമില്ല, വളരെ ചെറുതാണ്. അപ്പോൾ ഈ കൺട്രോൾ വോളിയത്തിന് മുമ്പ് ഉള്ള പ്രഷർ പി, ടെമ്പറേച്ചർ ടി, മാക് നമ്പർ ക്യാപിറ്റൽ എം, ഡെൻസിറ്റി റോ, വെലോസിറ്റി സി അംഗീകരിക്കുക. പക്ഷേ ഈ കൺട്രോൾ വോളിയത്തിന് ശേഷം എന്താണ്? നമുക്കറിയാം ഫ്രിക്ഷൻ കാരണം പ്രോപ്പർട്ടീസിന് മാറ്റം വരും. ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ആയിട്ടാണ്. ഷിയർ ഫോഴ്സ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ടോ ഡബ്ല്യു നമുക്ക് ഷിയർ സ്ട്രെസ് ടോ ഡബ്ല്യു എന്നായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു വീതി, ഈ കാണുന്ന വീതി ചെറിയൊരു വീതിയാണ്. ഈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡി എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു 1 പേര് കൊടുക്കാം. 1 എന്നുള്ള ഇൻലെറ്റ് എന്നുള്ളൊരു ഭാഗം കൊടുക്കാം. കുറച്ച് അകലെയായിട്ട് ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് വിളിക്കാം, എക്സിറ്റ് എന്നുള്ള ഭാഗം. അപ്പോൾ 1ൽ നിന്നും എത്ര അകലെയാണ്? 1ൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ഓൾറെഡി ഇവിടെ ആരോ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു ആരോൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ആരോ ശരിക്കും എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും വേണ്ടത്? എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ആരോ ഇങ്ങോട്ട്, ഇവിടുന്നൊരു ആരോ ഇങ്ങോട്ട്. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എക്സ് അകലെ ഡി എക്സ് വീതിയുള്ള ഒരു കൺട്രോൾ വോളിയം. അപ്പോൾ ഇത് കൺട്രോൾ വോളിയം സി വി അല്ലെങ്കിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം? കൺട്രോൾ വോളിയം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എഴുതാം, അല്ലെ അതിലൊന്നും എഴുതിയാൽ മതി. കൺട്രോൾ വോളിയം എഴുതാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കൺട്രോൾ വോളിയം സൈസ് കുറവാന്ന് പറയാൻ എങ്ങനെ പറയാം? ആൻ ഇൻഫിനൈറ്റസിമൽ എലമെൻറ്റ് ഓഫ് ഫ്ലോ. അതിന് അങ്ങനെയും പറയാം നമുക്ക്. കൺട്രോൾ വോളിയം ഇൻഫിനിറ്റസിമൽ എലമെൻറ്റ് ഓഫ് ഫ്ലോയിലെ ഒരു ചെറിയ ഭാഗം അഥവാ കൺട്രോൾ വോളിയം. എവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്? അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാ? എക്സ്. എവിടെ നിന്ന്? ഫ്രം സെക്ഷൻ 1 ഈസ് കൺസിഡേർഡ് അല്ലെങ്കിൽ ഈസ് ഷോൺ. ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഫ്ലോ പ്രോപ്പർട്ടീസ് എല്ലാം ഡക്റ്റ്. ഇങ്ങനെ നിങ്ങൾ എഴുതണമെന്നില്ല, ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്, നേരെ ഇത് എഴുതിയാലും മതി. അപ്പോൾ ഫിഗർ ഷോസ് ദി വേരിയേഷൻ പ്രോപ്പർട്ടീസ്, അപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടീസ് വേരിയാണ് കാണിക്കണ്ടേ. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ഈ ലൈൻ പറയുന്നതായിരിക്കും കൂടുതൽ മാച്ച്.
അപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടീസിൻ്റെ എന്താണ് ഷോസ് ദി വേരിയേഷൻ ഫ്ലോ പ്രോപ്പർട്ടി വേരിയൻ ആണെങ്കിൽ അപ്പോൾ ഇവിടെ റോ പി ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും പി ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് ഡി പി എന്ന് വിളിക്കാം. അപ്പോൾ പി പ്ലസ് ഡി പി ആയിരിക്കും. പിനേക്കാളും കുറവോ കൂടുതലോ എന്ത് പണിയായിരിക്കും. ഡി പി പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഏത് പണിയാവാം. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും ടി പ്ലസ് ഡി ടി. ഇവിടുത്തെ മാക് നമ്പറോ എം പ്ലസ് ഡി എം. ഇവിടുത്തെ ഡെൻസിറ്റി റോ പ്ലസ് ഡി റോ. വെലോസിറ്റി സി പ്ലസ് ഡി സി. അങ്ങനെയാണ് ഇവിടുത്തെ വെലോസിറ്റികൾ. അപ്പോൾ വരുന്ന വെലോസിറ്റി എത്രയായിരിക്കും? 1ലുള്ള സെക്ഷനിലെ വെലോസിറ്റി മാക് നമ്പർ എത്രയായിരിക്കും? M1. 2ലുള്ള മാക് നമ്പർ എത്രയായിരിക്കും? M2 ആയിരിക്കും. ഇനി കുറച്ച് അകലെ ഒരു ഡിസ്റ്റൻസ് കുറച്ച് അകലെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെ മാക് നമ്പർ 1 എത്തും. M സ്റ്റാർ = 1 ആവാലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കൂടി വരയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് വരയ്ക്കുന്നത് പറയാം. അപ്പോൾ ഇനി ചേഞ്ചസ് ബിറ്റ്വീൻ സെക്ഷൻസ് 1 and 2. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചേഞ്ചസ് ബിറ്റ്വീൻ സെക്ഷൻസ് 1 and 2. പിന്നെ എവിടേക്കാ 1 and F. 1ഉം F തമ്മിൽ നമ്മൾ F ഇവിടെ ഒരെണ്ണം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. F എന്നുള്ളൊരു ലൈൻ ക്രോസ് സെക്ഷൻ. പിന്നെന്താണ് 2 and F ആർ എന്ത് ഫൈനൈറ്റാണ്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വേരിയേഷൻ ഫൈനൈറ്റാണ്. അല്ലെങ്കിൽ 1ഉം F തമ്മിൽ ഫൈനൈറ്റാണ്. 2ഉം F തമ്മിൽ. അപ്പോൾ ഇത് ഫൈനൈറ്റ് ലൈൻസാണ്. പക്ഷേ ഇത് എന്താണ് ചെറിയൊരു സംഭവം ഉണ്ടെന്നാണ്. ബട്ട് എന്താണ് അല്ലെങ്കിൽ വേറാസ് അക്രോസ്, അതായത് ചേഞ്ചസ് അക്രോസ് ദി കൺട്രോൾ വോളിയത്തിന് അക്രോസ് ഉള്ളത് ഫൈനൈറ്റ് അല്ല. വേറാസ് അക്രോസ് ദി കൺട്രോൾ വോളിയം ദേ ആർ എന്ത് ഫൈനൈറ്റ് അല്ല എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ്സിമൽ. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ആസ് ഷോൺ ഇൻ ഫിഗർ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇൻഫൈനൈറ്റ്സിമൽ. അതുകൊണ്ട് പ്ലസ് ഡി റോ പ്ലസ് ഡി ടി അങ്ങനെ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വേറൊരു വാല്യൂ എഴുതും M2 എന്നുള്ള വാല്യൂ എഴുതും. ഇപ്പോൾ ഇവിടെ M1 എഴുതി ഇവിടെ M2 എന്ന് എഴുതിയ പോലെ നമുക്ക് ഇവിടെ വേറൊരു വാല്യൂ എഴുതുന്നതിന് പകരം M + DM എന്ന് പറഞ്ഞ് എഴുതുന്നത് അതുകൊണ്ടാണ്. ഇനി ഇവിടുത്തെ പറയുന്ന സെക്ഷൻ മാക് നമ്പർ 1 ആയിട്ടുള്ള സെക്ഷൻ. അപ്പോൾ മാക് നമ്പർ 1 ആകുമ്പോൾ നമ്മൾ എന്താ പൊതുവെ പറയുക സോണിക് എന്ന് പറയുക. അപ്പോൾ സോണിക് സെക്ഷൻ എവിടെ അറ്റ് F ഈസ് ഓൺലി ഷോൺ ആസ് റെഫറൻസ് സെക്ഷൻ. റെഫറൻസിന് വേണ്ടി കാണിച്ചെന്നുള്ളൂ. മാക് നമ്പർ 1 ആണെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് അത് എപ്പോഴും വരണമെന്നില്ല, എല്ലാ ഇതിലും വരണമെന്നില്ല. ആൻഡ് അതുകൊണ്ട് എന്താണ് നീഡ് നോട്ട് ബി ആക്ച്വലി റീച്ച്ഡ് ഇൻ എ പ്രോസസ്. അതായത് മാക് നമ്പർ 1 M1 വളരെ ചെറുതാണെങ്കിൽ അത് കൂടി സോണിക് വെലോസിറ്റി മാക് നമ്പർ 1 എത്ര എന്നില്ല. അതിന് മുമ്പ് ഒരു ചെറിയ വെലോസിറ്റി ആകുമ്പോഴേക്കും പൈപ്പിൻ്റെ ലെങ്ത്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂടില്ലല്ലോ, സ്പീഡ് കുറയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് കുറയാണ് ചെയ്യട്ടെ. നമ്മൾ ഹൈ സ്പീഡിൽ ഒരു M1 മാക് നമ്പർ കൂടുതലായിരിക്കും. അതിങ്ങനെ എന്തുണ്ടാവും ഇതിലൂടെ പോയി സ്പീഡ് കുറഞ്ഞ് മാക്സിമം എത്താവുന്നത് എന്താണ് M = 1 വരെ. M = 1 എത്തുമ്പോൾ എന്താണ് അവിടെ ഒരു മാക്സിമം എത്തണത്. മാക്സിമം അല്ല കുറവ് എത്തണം, ഏറ്റവും കുറവ്. ഇനി 5ാമത്തെ പോയിന്റ് എന്താണ് ലാസ്റ്റ് പോയിന്റ് ചേഞ്ചസ് ഇൻ ഫ്ലോ പ്രോപ്പർട്ടീസ് ഇൻ ദി above process are shown in HS ഡയഗ്രാം. അപ്പോൾ നമ്മൾ HS ഡയഗ്രത്തിലാണ് ഈ ചേഞ്ചുകൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചേഞ്ചുകൾ നമുക്ക് HS ഡയഗ്രത്തിൽ നോക്കാം. എന്തൊക്കെയാണ് ഓരോ സ്റ്റേറ്റുകളിലുള്ള 1, 2, F ഇവിടേക്കുള്ള Hഉം Sഉം അതാണ് HS ഡയഗ്രത്തിൽ കാണിക്കുക.